ഹലോ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നെല്ലിക്ക അച്ചാറിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നേ. അപ്പം നെല്ലിക്ക വാങ്ങിച്ച കൂട്ടത്തിൽ ഞാനിതുപോലെ മാങ്ങയും കൂടി വാങ്ങിച്ചെന്ന് പറഞ്ഞ്. അപ്പം നമ്മൾ ആ നെല്ലിക്ക അച്ചാറിട്ട അതേ രീതിയിൽ തന്നെ ഞാൻ ഇതേപോലെ മാങ്ങ അച്ചാറും കൂടി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാവിലെയാണ് ഞാനിതിട്ടത്. വൈകുന്നേരം ആയപ്പോഴത്തേക്കുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയാണ് നമുക്കിത് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കിത് വീട്ടിൽ കുറച്ച് ചാറോട് കൂടിയാണ് ഇഷ്ടമേ. അപ്പോൾ ഞാനതിൽ 2 ഇൻഗ്രീഡിയൻസ് അതിനകത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്. വിനാഗിരിയും ചേർത്തിട്ടില്ല. അതേപോലെ ഞാൻ അതിനകത്തിൽ വേണമെങ്കിൽ പിഴുപുളിയും കൂടി ചേർക്കാമെന്നുണ്ട്. നമ്മൾ ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന പിഴുപുളിയില്ലേ, അപ്പോൾ അതിൽ കുറേ ഇൻഗ്രീഡിയൻസ് നമ്മളാണെങ്കിൽ എണ്ണയിലിട്ട് വറുത്ത് പൊടിച്ചായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് പിഴുപുളിയും കൂടി ചേർത്തിട്ട് നമ്മളതൊന്നും പൊടിച്ചെടുത്താൽ മതി. അതേപോലെ ആവശ്യത്തിന് നമുക്ക് ലാസ്റ്റിൽ ഉപ്പും വിനാഗിരിയും കൂടെ ഒഴിച്ചാൽ മതി. വിനാഗിരിയൊക്കെ ചിലർക്ക് നന്നായിട്ട് പുളിയൊക്കെ വേണമെന്നുള്ളവരൊക്കെ ലാസ്റ്റിൽ ഇതെല്ലാം കൂടെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് അല്പം വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഇതേപോലെ നമ്മൾ അച്ചാറുണ്ടാക്കി നോക്കണേ. ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. മറക്കാതെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക്